വെറുതെ ആഹാരം എടുത്ത് കളയാനൊന്നും പറ്റില്ല. ഞങ്ങള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. ചേച്ചി ഇത് കഴിച്ചിട്ട് പാത്രം കഴുകി വെച്ചിട്ട് പോയാ മതി. അല്ലാതെ ഞങ്ങള് ചേച്ചിയുടെ പാത്രം എടുത്ത് കഴുകി വെക്കുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ ആരും ആരുടെയും ജോലിക്കാരൊന്നും അല്ല. ആഹാരത്തിന് മുമ്പിൽ അഹങ്കാരവും നിഷേധവും കാണിക്കരുത്. ദൈവം പോലും അത് പൊറുക്കില്ല. ഇന്ന് നമുക്ക് കഴിക്കാൻ ഈ മേശമേൽ നിറയെ ഭക്ഷണമുണ്ട്. പക്ഷേ നാളെ ഒരു ദിവസം അങ്ങനെ ആവണമെന്നില്ല. വിശപ്പടക്കാൻ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ചിലപ്പോ കെഞ്ചേണ്ടി വരും. അത് ഓർമ്മ വേണം. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, പലപ്പോഴും അർച്ചനയോടുള്ള സ്നേഹയുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. പല തവണ നീ അതിന് അവൾക്ക് കൂട്ടുനിന്നിട്ടുമുണ്ട്. എന്നിട്ടും അവൾക്കൊരു വയ്യായിക വന്നപ്പോ അർച്ചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. ഇവര് നേരത്തെ നിന്നോട് ചോദിച്ചല്ലോ, നീ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോന്ന്. അവന്തിയെ, കുടുംബസ്നേഹവും സഹോദര സ്നേഹവും നീ അർച്ചനയിൽ നിന്ന് കണ്ടു പഠിക്കണം. മേലിൽ ഇതുപോലുള്ള അഹങ്കാരം ഇവിടെ കാണിക്കരുത്. മര്യാദയ്ക്ക് വന്നിരുന്ന് കഴിക്കേ. കഴിക്കേ. നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ചിക്കൻ ബോക്സ് വരുവാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചു. പരമാവധി സ്നേഹയുടെ അസുഖം മാറുന്നതുവരെ ഇതിനകത്തേക്ക് വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷേ എനിക്കറിയാം, അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം അവർക്ക് വന്ന ഞാൻ അവർക്കരികിൽ എത്തുന്നതിന് മുന്നേ അവരെ നോക്കാൻ അവിടെ എത്തുന്നത് അർച്ചനേട്ടത്തെയായിരിക്കുമെന്ന്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്ക് വേണ്ടേ? ആവശ്യമില്ലാത്ത വാശിയും ശത്രുതയൊക്കെ നിറച്ചു വെച്ചിരിക്കാം അവരുടെ മനസ്സ് നിറയെ. അവരെ പൊളിച്ചെടുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട്. നിങ്ങൾ അവരോട് ആവശ്യമില്ലാതെ വഴക്കിനൊന്നും പോകണ്ട. പിന്നെ എനിക്കവരെ പേടിയൊന്നുമില്ല. പറയാനുള്ളത് ഞാൻ എവിടെയാണെങ്കിലും പറയും. ഇതൊക്കെ നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നത്. അവർക്ക് തോന്നിയ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തായാലും ഇനി എനിക്കുള്ള ഭക്ഷണം നിങ്ങൾ ഔട്ട് ഹൗസിലേക്ക് തന്നാൽ മതി. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ കാരണം ആർക്കും ഒരു രോഗം ഉണ്ടാവാൻ പാടില്ല.
ഹലോ. ധനുഷ് ഇപ്പോഴാ വരുന്നേ? ഞാൻ ഉടനെ വരാം. എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു. അത് നിനക്ക് മാത്രമല്ല, എനിക്കും അങ്ങനെ തന്നെയാ. നാളെ കുളിച്ചു കഴിയുന്നതോടെ എന്റെ അസുഖമൊക്കെ മാറൂന്ന അർച്ചനടുത്ത് പറഞ്ഞു. ആ സമയത്ത് ധനുഷൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ വരാം.